ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ സൈന്യം തന്നെ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം പറയുന്നത്. എന്താണ് അതിൻ്റെ വാസ്തവം? അതായത് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ്. അതായത് നമ്മളുടെ രാജ്യത്തിനകത്തേക്ക് കടന്നു കയറി നമ്മുടെ സിവിലിയൻസിനെ കൊന്ന ഭീകരവാദികളോടുള്ള പ്രതികാരം ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ. നമുക്ക് പ്രതികാരം എന്നതിലുപരി ഭീകരവാദത്തെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വസ്തുതാപരമായി നോക്കുകയാണെങ്കിൽ അതാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ ഭീകരവാദത്തെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ഓപ്പറേഷൻ നടത്തുന്നു, ആക്രമണം നടത്തുന്നു, സസൂക്ഷ്മം സിവിലിയൻസിനെ ബാധിക്കാതെ, സൈന്യത്തെ ബാധിക്കാതെ, ഒരു രാജ്യത്തിനെ ബാധിക്കാതെ തീവ്രവാദികളുടെ വീടുകൾ ഇല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ മാത്രം തകർക്കുക, അവരുടെ ലോഞ്ച് പാഡുകൾ തകർക്കുക എന്നുള്ള ഭീകരവാദികൾ അങ്ങനെ കൊല്ലുകയും ചെയ്തു. അതാണ് ഇന്ത്യ ചെയ്ത കാര്യം. പക്ഷേ അത് പാകിസ്ഥാൻ പ്രകോപനപരമായി സ്വീകരിച്ചു. എന്നിട്ട് നമ്മൾക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനം പോലെ സംഘർഷത്തിലേക്ക് കടന്നു, മിസൈൽ അയച്ചു. നമുക്ക് അറിയാവുന്ന സ്റ്റോറികൾ തന്നെയാണല്ല. അതെല്ലാം അവർ പരാജയപ്പെട്ടു. നമ്മൾ ഇപ്പോൾ സമാധാനം വെടിനിർത്തൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. ഇന്ത്യയെ പാകിസ്ഥാന് വെടിനിർത്താമെന്ന് അവരോട് വിളിച്ച് പറയുന്നു, ഇല്ലെങ്കിൽ അവരിങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ്, നമ്മൾ ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് എത്തുന്നു. കാരണം ഇന്ത്യക്ക് വലിയ താല്പര്യമില്ല, ഒരു രാജ്യത്തെ തകർക്കാനായിട്ട് ഇന്ത്യക്ക് വലിയ താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം. കാരണം പാകിസ്ഥാന് ഒരു 90 മണിക്കൂറൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എങ്കിലും മറ്റ് സഹായങ്ങളൊക്കെ വന്നാൽ അതൊരു 6-7 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ മേലെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കും. ഇപ്പോൾ തുർക്കിയൊക്കെ സഹായിച്ചു, 10-400 ഡ്രോൺ കൊടുത്തു, ചൈന സഹായിക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വെറുതെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും, നഷ്ടം. നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമുക്ക് മാർക്കറ്റ് സിസ്റ്റവും നമ്മുടെ ഗ്രോത്തും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ബൂസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് അതിനോട് സമയമില്ല, അതിനോട് താല്പര്യവുമില്ല. പക്ഷേ സിന്ദൂർ എന്തുകൊണ്ട് തുടരുമെന്നുള്ളതിനാണ് ഇവിടെ ഏറ്റവും വലിയ പ്രസക്തി. അതായത് നമ്മൾ ഭീകരവാദത്തെയാണ് അമർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും പാകിസ്ഥാനെ വെടിനിർത്തൽ കരാറിലേക്ക് നമ്മളുമായിട്ട് എത്തിയുള്ളൂ. ലഷ്കർ ഇ തോയിബ വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ലഷ്കർ ഭീകരർ ഇപ്പോഴും ഇന്ത്യയോട് വിരോധവുമായിട്ട് അവർ പറഞ്ഞതിൽ നിന്ന് പിൻവലിക്കാനോ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല, അവരടുത്ത് വന്നിട്ടുമില്ല. അപ്പോൾ ഭീകരവാദത്തിനോട് സന്ധിയില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയം. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ തുടരുക തന്നെ ചെയ്യും. കൃത്യമായ ഒബ്സർവേഷനുകൾ, അനാലിസിസുകൾ, പഠനങ്ങൾ, മറ്റു മുന്നേറ്റങ്ങൾ, സൈനിക നീക്കങ്ങൾ ഇതെല്ലാം നോക്കി നിരീക്ഷിച്ച് കൃത്യമായ ടെററിസ്റ്റ് പാഡുകളെ, ലോഞ്ച് പാഡുകളെ, അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാം ഒബ്സർവ് ചെയ്ത് തുടരും. അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ എവിടെയൊക്കെ തീവ്രവാദികളുണ്ടോ, എവിടെ നിന്നൊക്കെ എങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ടോ ആ പ്രദേശങ്ങൾ മാർക്ക് ചെയ്ത് വീണ്ടും തീവ്രവാദികൾ വന്നാൽ ആ തീവ്രവാദികൾ അതത് മേഖലയിൽ തകർക്കുക എന്ന് പറയുന്ന ഒരു നയം സൈന്യം സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണെങ്കിൽ വ്യോമസേന കുറച്ചുകൂടി അഗ്രസീവായി ഈ പറയുന്ന മേഖല, അതിർത്തി മേഖലകളിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. അതായത് കരസേനയ്ക്ക് എത്തിപ്പെടാൻ ദുർഘടമായ ചില മേഖലകളുണ്ട്, കാശ്മീരിൻ്റെ വിവിധ മേഖലകൾ. ആ മേഖലകളിലേക്ക് വ്യോമസേനയുടെ ഏരിയൽ സർവൈലൻസിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്ത്യ കുറച്ചുകൂടെ ഗൗരവകരമായിട്ട് ഈ ബോർഡർ സെക്യൂരിറ്റി ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് കൃത്യമായി നോക്കുന്നുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി, നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്ത് അവരുടെ ലോഞ്ച് പാഡുകളൊക്കെ തകർത്ത് കഴിയുമ്പോൾ കുറച്ച് അവന്മാരൊന്ന് ഒതുങ്ങും. വലിയ നാശനഷ്ടം ഉണ്ടായി, ബിൽഡിംഗ് നഷ്ടപ്പെട്ടു, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു, ആൾക്കാർ നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങും. പക്ഷേ ഇവർ വീണ്ടും ആയുധങ്ങളും പണവും ഒക്കെ സംഭരിച്ച് വീണ്ടും ആക്രമിക്കാൻ വരും. 2016 ഉറി ആക്രമണം നമുക്കറിയാം. ഉറിയിൽ ആക്രമിച്ചതിന് ശേഷം അതിന് നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്തു. സർജിക്കൽ സ്ട്രൈക്കായിരുന്നു അതിനുള്ള മാർഗമായിട്ടെടുത്തത്. നമ്മൾ കൃത്യമായിട്ട് കയറി അടിച്ചു, തകർത്തു. പിന്നെ ഒരു 3 വർഷം പ്രശ്നമില്ലായിരുന്നു. അതിന് 2019 ആയപ്പോഴത്തേക്കും ബലാക്കോട്ട് നമ്മുടെ ഇവിടെ ആക്രമിക്കുന്നു. എവിടെയാണ്? നമ്മുടെ പുൽവാമയിൽ ആക്രമിക്കുകയാണ്, സൈനികരെ ആക്രമിക്കുന്നു. സൈനികരെ ആക്രമിച്ചതിൻ്റെ മറുപടിയായിട്ട് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചൂസ് ചെയ്തത് ഏരിയൽ അറ്റാക്കാണ്. അതായത് മിസൈൽ അറ്റാക്കുകളായിരുന്നു, ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള അറ്റാക്കായിരുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുത്ത മാർഗം ഫൈറ്റർ ജെറ്റുകളെ അയച്ചിട്ടായിരുന്നു. അങ്ങനെ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ലോഞ്ച് പാഡുകൾ തകർത്തു. അവർ പിന്നെ ഒരു 6 വർഷത്തോളം 2019 കഴിഞ്ഞ് ഒരു 6 വർഷം
പാകിസ്ഥാൻ പിന്നെ ഈ ഭീകരർക്ക് അനങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം പഹൽഗാമാണ് പിന്നെ വരുന്നത്. അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ഇൻഫിൽട്രേഷൻസ്, ചെറിയ ഗ്രൂപ്പുകൾ, 2-3 ഗ്രൂപ്പുകൾ അവിടെ എവിടെയും വന്ന് ഫയർ ചെയ്യുക, ഇല്ലെങ്കിൽ ചെറിയ ഗ്രനേഡ് എറിയുക, അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ലാർജ് സ്കെയിലിൽ ഇതുപോലെ വലിയ കൊലപാതകങ്ങൾ ചെയ്യുന്ന, വംശഹത്യ നടത്തുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുക എന്ന് പറയുന്ന ഒരു ജിഹാദിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടില്ല. അത് നടത്തിയത് ഇപ്പോഴാണ്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ തുടർന്ന് പോകുന്ന രീതിയിൽ ഒരു ഓപ്പറേഷനാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 8 വർഷമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു ഏരിയൽ ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും, ഇനിയുള്ള ഇൻഫിൽട്രേഴ്സ് പലരും മരിക്കുന്നത് എയർഫോഴ്സിൻ്റെ വെടിയേറ്റിട്ടായിരിക്കും. വ്യോമസേനയുടെ. അതെ, അതിൻ്റെ ഒരു സാധ്യതയാണ് ഇതിനുള്ളത്. അതായത് അതിർത്തി കാക്കാൻ വ്യോമസേനയും കൂടെ ഇറങ്ങും. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ഇൻഫിൽട്രേഷൻ ഭയങ്കര ദുർഘടമായിട്ട് മാറും. അപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളെയോ സിവിലിയൻസിനെയോ ഭരണകൂടത്തെയോ പട്ടാളത്തെയോ അല്ല, അവിടുത്തെ ഭീകരരെയാണ് അപ്പോഴും ഇന്ത്യ നുഴഞ്ഞു കയറുന്ന ഭീകരവാദികളായിരിക്കും കൊല്ലുക. കാരണം ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്ന് വ്യോമസേന പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതായത് വ്യോമസേന കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പറയുന്നു, ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, അത് അവസാനിച്ചിട്ടില്ല, വിശദീകരണങ്ങൾ തരും. അത് പ്രത്യേകിച്ച് ഈ റാണ ഇവരുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് റാണയ്ക്ക് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളെല്ലാം അറിയാം, ഏത് മുക്കിലാണ് ഏത് മൂലയിലാണെന്നുള്ളത്. അപ്പോൾ റാണ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്കെച്ചൊക്കെ ഇവർ തയ്യാറാക്കും. അതാണ് ഈ 9 കേന്ദ്രങ്ങൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് തന്നെ. അപ്പോൾ റാണയാണ് പിടിവള്ളി എന്ന് പറയുന്നത്. റാണയിൽ നിന്ന് പാകിസ്ഥാന്റെ മുഴുവൻ ഭീകര താവളങ്ങളുടെയും അടിവേര് മാന്തി ഇന്ത്യൻ വ്യോമസേന ഇങ്ങെടുക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം അവരിങ്ങ് മാന്തി പൊളിച്ചെടുക്കും. അതോടുകൂടി നമ്മൾ ഇപ്പോഴും പറയുന്നത്, നമുക്ക് പാക് ജനതയോടോ ഭരണകൂടത്തോടോ നമുക്കൊരു ശത്രുതയുമില്ല. നമ്മുടെ ശത്രുത മുഴുവൻ പാക് ഭീകരരോടാണ്. പാകിസ്ഥാൻ അന്നം കൊടുത്ത് വളർത്തുന്ന ഭീകരരോടാണ് നമുക്ക് സന്ധിയില്ല യുദ്ധം എന്ന് പറയുന്നത്, അല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഇനി ടാർഗറ്റ് ചെയ്യും. ഒരു തരത്തിലും നുഴഞ്ഞുകയറ്റം സാധ്യമല്ലാത്ത രീതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇപ്പോൾ പാകിസ്ഥാന് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്, എങ്ങനെ നുഴഞ്ഞു കയറും എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധത്തിലാവും. കാരണം നമ്മുടെ ഇൻ്റലിജൻസ് വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് കയറി ഒരു ബോംബ് പൊട്ടിക്കാൻ പറ്റും. ഇത് എവിടെയാണ്? കാശ്മീരിലല്ലേ ചെയ്തത്, അതിർത്തി പ്രദേശത്തല്ലേ ചെയ്തിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു നഗരത്തിലോ ഒരു സിറ്റിയിലോ ഇപ്പോൾ ഒരു ബോംബാക്രമണം നടക്കുന്നില്ല, സ്ഫോടനം നടക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കാനായി ഭീകരർക്ക് കഴിയുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭീകരർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന നുഴഞ്ഞുകയറ്റവും കൂടി സ്റ്റോപ്പ് ചെയ്താൽ ഈ മേഖലയിൽ എവിടെ കൂടെയും കടന്നു കയറാൻ കഴിയില്ല എന്നാകുമ്പോൾ പാകിസ്ഥാന് ഭീകരപ്രവർത്തനം നടത്താൻ പറ്റാതെയാകും. അപ്പോൾ പാകിസ്ഥാൻ്റെ തനി നിറം വെളിയിൽ വരും. അതായത് ഭീകരരെ അയക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ഭീകരപ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല, അവർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്താണെന്ന് അറിയാൻ കഴിയും. അന്ന് പാകിസ്ഥാൻ ഒരു പ്രകോപനം കൊടുക്കുകയാണെങ്കിൽ, ഉണ്ടാക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാനിൻ്റെ അവസാനമായിരിക്കും.